രണ്ട് പെൺകുട്ടികൾ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് അവരുടെ കുണ്ടിയിൽ മെഹന്തി ഇടണം എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിച്ച് പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര? അപ്പൊ കാലിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? അവർ കുണ്ടിയിലോ യോനിയിലോ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തൊക്കെ മൈലാഞ്ചി ഇടട്ടെ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുണ്ടിയിലും യോനിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ടാറ്റു അടിക്കുകയും മൈലാഞ്ചി ഇടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ഇപ്പോൾ ആധുനിക ലോകത്തൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതല്ല. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ വിളിച്ച് അവരെ അധിക്ഷേപിച്ചിട്ട് ആ വീഡിയോ എടുത്ത് പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് വൈറലാവാനുള്ള ശ്രമമാണ്. ഇതാണ് അവർ ചെയ്ത തെറ്റ്. അല്ലാതെ അവരുടെ കുണ്ടിയിൽ ടാറ്റു അടിക്കുന്നവനോ അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുന്നവനോ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അവരെ തൊഴിൽപരമായിട്ടും അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ച് അയ്യോ ചേച്ചി ഞങ്ങൾ അറിഞ്ഞില്ല, ഒരു തമാശയ്ക്ക് ചെയ്തതാണ്, പോട്ടെ, സോറി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇവർ വൈറലായി കഴിഞ്ഞല്ലോ. ഇവരെ ഏകദേശം കേരളത്തിലുള്ളവരൊക്കെ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് വൈറൽ വീഡിയോക്കാരായി. ഇത് ഒരു നല്ല പ്രവണതയല്ല.